ഡെപ്യൂട്ടി സ്പീക്കർ പദവി തടഞ്ഞു വെക്കാൻ ഓം ബിർളയ്ക്ക് ഒരു രീതിയിലും ഭരണഘടനാപരമായി അധികാരമില്ല. അത് തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രപതി തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് സ്പീക്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാക്കേണ്ടത്. രാഷ്ട്രപതിയെ എപ്പോഴും ഒരു മൂലക്കിരുത്തി ഏകാധിപതിയെ പോലെ ചമയുന്ന നരേന്ദ്രമോദിയെ ഞങ്ങൾക്ക് തെല്ലും വിശ്വാസമില്ല. കൃത്യമായും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇന്ത്യ മുന്നണിക്കുള്ളത് തന്നെയാണ്. ഇന്ത്യയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തമായ പ്രതിപക്ഷമാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത്. സ്വാഭാവികമായും പല രീതിയിലും ചുരുക്കുകയാണ്. ഇപ്പോൾ നിരവധിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുക്കേണ്ടി വന്നതിന്റെ ജാള്യത BJP-യിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. അത് ഒരു സ്ഥലത്ത് നിൽക്കുന്നു. മറ്റൊരു സ്ഥലത്ത് BJP ഇന്ത്യ മുന്നണിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കില്ല, മറിച്ച് DMK-ക്ക് കൊടുക്കാം എന്നൊക്കെയാണ്. BJP-യുടെ ഔദാര്യം വേറെ ആർക്കും വേണ്ട. കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് സഖ്യകക്ഷികൾക്ക് ആർക്ക് കൊടുക്കണമെന്നത്. DMK-ക്ക് നൽകാമെന്ന് കോൺഗ്രസ് ആദ്യമേ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ BJP-യുടെ ആ കുത്തിത്തിരിപ്പിനി വില പോവുകയില്ല. കോൺഗ്രസ് നേതൃത്വം കൃത്യമായും വ്യക്തമായും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ത്യ മുന്നണി എത്ര നാൾ പ്രതിപക്ഷത്തിരിക്കുമോ അത്രയും നാളും നരേന്ദ്രമോദിക്ക് സ്വസ്ഥമായി ഭരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ ഇന്ത്യയിൽ കഴിയില്ല. അതിന്റെ വലിയ രീതിയിലുള്ള അമർഷം അമിത്ഷാ പല തരത്തിലായി രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയാണ് രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്ന രീതിയിൽ മുദ്രകുത്താൻ വലിയ രീതിയിലുള്ള നെറികെട്ട കളി അമിത്ഷാ കളിക്കുന്നത്. MK സ്റ്റാലിനെതിരെയും അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെതിരെയും സനാതന ധർമ്മ വിഷയം പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ അന്നാമലയും അതുപോലെ BJP നേതൃത്വം വലിയ പ്രകടനങ്ങൾ നടത്തി. എന്നിട്ട് അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഇപ്പോൾ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ DMK കോൺഗ്രസ് സഖ്യമല്ലാതെ മറ്റൊരാൾ അധികാരത്തിലേക്ക് ഈ അടുത്ത കാലത്തൊന്നും വരില്ല എന്ന് ഉറപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. അവിടെയാണ് കുത്തിത്തിരിപ്പ് നടത്താൻ അന്നാമലയെ അവിടോട്ട് വിട്ടത്. IFS ജോലി രാജിവെച്ച് കുത്തിത്തിരിപ്പിനായി ഇറങ്ങിയ അന്നാമലയ്ക്കും സംഘത്തിനും ഇടിവെട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയ അന്നാമലയെ നാടുവിടാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ഇപ്പോൾ നാണം കെട്ട് വീണ്ടും പ്രചരണവും മറ്റു പരിപാടികളുമായി തമിഴ്നാട്ടിൽ നിറയാൻ വേണ്ടി വീണ്ടും അന്നാമല ശ്രമിക്കുകയാണ്. എന്നാൽ പണക്കൊഴുപ്പും കൈക്കരുത്തും കൊണ്ടൊന്നും തമിഴ്നാടിന്റെ മക്കളെ മാറ്റിമറിക്കാൻ കഴിയില്ല എന്ന് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും കോൺഗ്രസും കൂടി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ സഖ്യഭരണമാണ് സ്റ്റാലിനുള്ളത്. DMK സഖ്യവും കോൺഗ്രസ് സഖ്യവും പിന്നെ DMK സഖ്യവും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള ഭരണം. എന്നാൽ മന്ത്രിസഭയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ആലോചനയിൽ ഉള്ളത്. 2006-11 പോലെ ഒരു ആവർത്തനത്തിലേക്ക് കൃത്യമായി ഉദയനിധി സ്റ്റാലിൻ വഴി തുറന്നിട്ട് കൊടുക്കുകയാണ്. ഉദയനിധി സ്റ്റാലിൻ തന്നെയാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്.